ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണനിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാതിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് UG പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്.
കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 ഗോളിനാണ് നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ്ണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303-ലും, നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയും ഗ്രാമിന് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.